ഡിമെൻഷ്യ എന്നുള്ളതൊരു പ്രത്യേക രോഗമല്ല. ഇത് ഒരുപാട് ലക്ഷണങ്ങളെ വിവരിക്കുന്ന ഒരു പദമാണ്. അംബർല ടേം എന്നൊക്കെ പറയും. അപ്പൊ ഈ ലക്ഷണങ്ങൾ ആളുകളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള കഴിവിനെയാണ് ബാധിക്കുന്നത്. ഡിമെൻഷ്യയുടെ പ്രധാന ലക്ഷണങ്ങളിൽ പെട്ടതാണ് ഓർമ്മക്കുറവ്, പെരുമാറ്റ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ, ശ്രദ്ധക്കുറവ്, ചിന്താശേഷിയിലെ മാറ്റങ്ങൾ. ഡിമെൻഷ്യയുടെ സാധാരണമായി കാണുന്ന ഒരു ലക്ഷണമാണ് ഈ അൽഷിമേഴ്സ് ഡിസീസ്. അതുകൂടാതെ ഡിമെൻഷ്യക്ക് വേറെയും പല കാരണങ്ങളുണ്ട്. സ്ട്രോക്ക്, പാർക്കിൻസൺസ് ഡിസീസ്, ഹണ്ടിങ്ടൺ ഡിസീസ്. സ്ട്രോക്ക് വഴി വരുന്നത് പലപ്പോഴും വാസ്കുലർ ഡിമെൻഷ്യ ആയിരിക്കും. വാസ്കുലർ ഡിമെൻഷ്യ ഈ ഉയർന്ന രക്തസമ്മർദ്ദവും ഹൈ കൊളസ്ട്രോൾ വഴിയൊക്കെ വാസ്കുലർ ഡിമെൻഷ്യ വരാം. പിന്നെ HIV പോലത്തെ അസുഖങ്ങൾ, ജനിതക ഘടകങ്ങൾ, അതുകൂടാതെ തലച്ചോറിനേറ്റ പരിക്ക്, അതൊക്കെ വഴിയും ഈ ഡിമെൻഷ്യ വരാം. അൽഷിമേഴ്സ് ഡിസീസ് എന്നുള്ളത് ഒരു പ്രത്യേക മസ്തിഷ്ക രോഗം തന്നെയാണ്. നമ്മുടെ പഠനത്തിനും ഓർമ്മയ്ക്കൊക്കെ വേണ്ടിയുള്ള തലച്ചോറിന്റെ ഭാഗത്തെ ഞരമ്പുകളെയാണ് ഇത് ആദ്യം അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 8 to 10 വർഷം കൊണ്ട് പ്രോഗ്രസ് ചെയ്യുന്ന ഒരു അസുഖമാണ് അൽഷിമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ജനിതക ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ പ്രധാന ഒരു ഫാക്ടർ തന്നെയാണ്. ഹോമിയോപ്പതിയിൽ ഡിമെൻഷ്യയുടെ പലതരം ലക്ഷണങ്ങളെ നിയന്ത്രിക്കാനുള്ള മെഡിസിൻസ് അവൈലബിൾ ആണ്.